ഇത് എനിക്ക് തോന്നുന്നത് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഇയാളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ആൾ തന്നെ ചെയ്തിട്ടുണ്ടാവും. ഈ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറഞ്ഞ വ്യക്തി മൂപ്പരനെ ചിലപ്പോൾ ഇമെയിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഷിയാന്നൊക്കെ പേരിട്ടിട്ട് ചെയ്യാൻ. കാരണം മൂപ്പരനെ ഓൾറെഡി ഈ അൺമാസ്ക് അനോമലീസ് എന്ന് പറഞ്ഞ ടീം ഓൾറെഡി ഇയാളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഇയാൾ സമ്മതിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും നുണ പറയാറുണ്ട്, പറ നുണ പറയും, നിങ്ങൾ വേണമെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്തോന്നൊക്കെ. അപ്പോൾ ഇത്തരം ഒരാൾ, ഈ ഒരു നിലപാടിലെ ഒരാൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം ഒതൻറ്റിസിറ്റി ഉള്ള ഒരു മെയിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാതെ ഇദ്ദേഹം പറയുന്ന ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇങ്ങനെ തലയെടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഓൾറെഡി നമുക്കറിയാം കേരളത്തിൽ ഒരു പീക്ക് അല്ലെങ്കിൽ ഒരു മാക്സിമം ഇയാൾ പ്രത്യേകിച്ച് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിംസിന് ആ ടൈപ്പ് ഓഫ് വിമർശനം നടത്താറുണ്ട്. വിമർശനം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അങ്ങേയറ്റത്തിൽ ഒരു സാധാ വിശ്വാസിയെ സംബന്ധിച്ചിട്ട് മാക്സിമം ഇയാളെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ട്. എന്നിട്ട് ഇയാൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നോർമൽ കേസിലൊന്നും ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ക്ലാരിറ്റി കിട്ടണം ഓഫ് കോഴ്സ്. പക്ഷേ ഇയാൾ പറയുന്നത് കംപ്ലീറ്റ് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഇയാൾ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പറ്റില്ല. കാരണം ഇയാൾ തന്നെ പറയാറുണ്ട്, ഞാൻ പലപ്പോഴും നുണ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യണം. ഇയാൾ അതിന് റെസ്പോൺസ് അല്ല എന്നുള്ളതാണ് പറയുന്നത്.